Good morning, dear students. അപ്പോൾ ഇന്ന് നമുക്ക് വെഞ്ചുറിമീറ്ററിൻ്റെ പ്രോബ്ലമാണ് ചെയ്യാനുള്ളത്. പ്രോബ്ലം ഞാൻ റീഡ് ചെയ്യാം. The inlet and throat diameters of a horizontal vencurimeter are 30 cm and 10 cm respectively. The liquid flowing through the meter is water. The pressure intensity at inlet is 13.734 Newton per centimeter square, while the vacuum pressure head at the throat is 37 cm of mercury. Find the rate of flow. Assume that 4% of the differential head is lost between the inlet and throat. Find also the value of CD for the vencurimeter. Question കണ്ട് പേടിക്കേണ്ട, സിമ്പിളാണ്. നമുക്കൊരു ഹൊറിസോണ്ടൽ വെഞ്ചുറിമീറ്റർ ഉണ്ട്. ഹൊറിസോണ്ടൽ വെഞ്ചുറിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പിനെ ഹൊറിസോണ്ടലി കണക്ട് ചെയ്യുന്ന ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹൊറിസോണ്ടലി കണക്ട് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഹൊറിസോണ്ടൽ വെഞ്ചുറിമീറ്റർ എന്ന് പറഞ്ഞാൽ. അതിനിങ്ങനെ ഒരു കൺവേർജിങ് സെഷൻ, ഒരു ത്രോട്ട്, ദെൻ ഒരു ഡൈവേർജിങ് സെഷൻ, ഇങ്ങനെയാണ് നമ്മുടെ ഹൊറിസോണ്ടൽ വെഞ്ചുറിമീറ്റർ ഉണ്ടാവുക. നമ്മളോട് പറയുന്നത് ഈ ഹൊറിസോണ്ടൽ വെഞ്ചുറിമീറ്ററിൻ്റെ ഇൻലെറ്റിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 30 cm. ത്രോട്ടിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് എത്രയാണ്? 10 cm. ഓക്കെ. ആൻഡ് ഈ പൈപ്പിലൂടെ ഫ്ലോ ചെയ്ത് നമുക്ക് മെഷർ ചെയ്യേണ്ട ഡിസ്ചാർജ് വാട്ടറിൻ്റെയാണ്. വാട്ടറിൻ്റെ ഡിസ്ചാർജാണ് മെഷർ ചെയ്യേണ്ടത്. ആൻഡ് പ്രഷർ ഇൻറ്റൻസിറ്റി അറ്റ് ഇൻലെറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 13.734 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. ആൻഡ് വൈൽ ദ വാക്വം പ്രഷർ ഹെഡ് അറ്റ് ദ ത്രോട്ട് ഈസ് 37 cm ഓഫ് മെർക്കുറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് ടേമും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കണം. നമുക്ക് തന്നത് ദ പ്രഷർ ഇൻറ്റൻസിറ്റി അറ്റ് ഇൻലെറ്റ് 13.734 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് P1 ആണ്, പ്രഷർ ഇൻറ്റൻസിറ്റി ആണ്. ആൻഡ് പിന്നെന്താ പറഞ്ഞത്? വാക്വം പ്രഷർ ഹെഡ് അറ്റ് ദി ത്രോട്ട് 37 cm ഓഫ് മെർക്കുറി. പ്രഷർ ഹെഡ് അറ്റ് ദ ത്രോട്ട്, ഇവിടെ പ്രഷർ ഇൻറ്റൻസിറ്റിയാണ് തന്നത്, ഇവിടെ പ്രഷർ ഹെഡാണ് തന്നത്. പ്രഷർ ഹെഡ് അറ്റ് ദ ത്രോട്ട് ഈസ് 37 cm ഓഫ് മെർക്കുറി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് തന്നത് ത്രോട്ടിലുള്ള P2/ρg ആണ് തന്നത്. ഈ P2/ρg എന്ന് പറഞ്ഞാൽ പ്രഷർ ഹെഡും P1 ഓർ P2 അങ്ങനെ നമ്മൾ P1 ഓർ P2 എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റൻസിറ്റിയും P1/ρg P2/ρg എന്നൊക്കെ പറയുന്നത് പ്രഷർ ഹെഡുമാണ്. അപ്പോൾ അറ്റ് സെക്ഷൻ 1 അറ്റ് ഇൻലെറ്റിൽ നമുക്ക് തന്നത് പ്രഷർ ഇൻറ്റൻസിറ്റിയാണ്, ത്രോട്ടിൽ നമുക്ക് തന്നിരിക്കുന്നത് പ്രഷർ ഹെഡാണ്. ആ പ്രഷർ ഹെഡ് തന്നതിലൊരു പ്രത്യേകതയുണ്ട്, വാക്വം പ്രഷറാണ്. അപ്പോൾ വാക്വം പ്രഷർ എന്ന് പറഞ്ഞാൽ തന്ന വാല്യൂവിൻ്റെ നെഗറ്റീവ് എടുക്കണം. -37 cm ആണ് ഓഫ് മെർക്കുറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ പ്രഷർ പറയുമ്പോൾ 37 cm ഓഫ് മെർക്കുറി എന്ന് പറയരുത്. എപ്പോഴും നമ്മൾ ആ പ്രഷർ ഹെഡ് ഇൻ ടേംസ് ഓഫ് വാട്ടർ ആയിരിക്കണം. അപ്പോൾ നമുക്കിങ്ങനെ 37 cm എന്ന് മെർക്കുറിൻ്റെ ടേമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ആ -37 cm ഈ മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിനെ ഇൻ ടേംസ് ഓഫ് വാട്ടർ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഈ ഒരു കാര്യങ്ങൾ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ മനസ്സിലാവാണ്ടിരിക്കേണ്ട, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ. 37 cm നമ്മൾ 13.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 503.2 cm ആണ് കിട്ടുക, സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ. ഓക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രഷർ ഇൻറ്റൻസിറ്റി അറ്റ് ഇൻലെറ്റാണ് നമുക്കൊന്ന് തന്നത്, അത് P1 ആണ്. വാല്യൂ 13.734 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. വൈൽ ത്രോട്ടിലത്തെ കാര്യം എന്താ നമുക്ക് തന്നത്? ത്രോട്ടിൽ ഉള്ള പ്രഷർ ഹെഡാണ് തന്നത്, അതായത് P2/ρg ആണ് തന്നത്. അത് മെർക്കുറിൻ്റെ ടൈമിലാണ് തന്നത്. അപ്പോൾ അതിനെ ഇൻറ്റു 13.6 മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മളതിനെ വാട്ടറിൻ്റെ ടൈമിലേക്ക് ആക്കി. അത് വാക്വം പ്രഷർ എന്ന് പറഞ്ഞത് കൊണ്ട് തന്ന വാല്യൂവിൻ്റെ നെഗറ്റീവാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ. പിന്നെന്താ പറയുന്നത്? ഈ ഒരു ഡാറ്റ വെച്ചിട്ട് ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഫ്ലോ. രണ്ടാമത് നമുക്ക് പിന്നെ നോക്കാം. ബാക്കിയുള്ള സെൻറ്റൻസസ് അത് നമുക്ക് പിന്നെ ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ഓഫ് ഫ്ലോ ആണ്. ബൈ യൂസിങ് വെഞ്ചുറിമീറ്റർ റേറ്റ് ഓഫ് ഫ്ലോൻ്റെ ഇക്വേഷൻ എന്താ? റേറ്റ് ഓഫ് ഫ്ലോ ഈസ് ഈക്വൽ ടു Q ഈസ് ഈക്വൽ ടു CD A1 A2 √2GH ഡിവൈഡ് ബൈ √A1² മൈനസ് A2². അപ്പോൾ ഈ ഇക്വേഷനിലുള്ള ടേംസിനൊക്കെ വേണ്ട കാര്യങ്ങൾ നമ്മളെ കയ്യിലുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ സെക്ഷൻ 1 എടുക്കാം. നമുക്ക് സെക്ഷൻ 1 ഏരിയ ഇസ് A1. ഈ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആ സെക്ഷൻ 1 ഡയമീറ്റർ D1 വേണം.
ഇല്ലേ, π/4 d1² ആയിരിക്കും ഏരിയ. ഡയമീറ്റർ തന്നിട്ടില്ലേ 30 സെൻറ്റിമീറ്റർ. സോ ഏരിയ ഇസ് π/4 × 30 സെൻറ്റിമീറ്റർ ആണ്. അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.3 എന്ന് വരും. സോ 0.3². ചെയ്താൽ നമുക്ക് 706.85 × 10⁻⁻⁴ m² എന്ന് കിട്ടും. 706.85 × 10⁻⁻⁴ m² എന്ന് കിട്ടും. ദെൻ A2 is equal to A2 അല്ല, സെക്ഷൻ 1 അല്ലേ നമ്മൾ എടുക്കുന്നത്. പിന്നെ നമുക്ക് എന്താ വേണ്ട, സെക്ഷൻ 1 എന്ന വേറെ കാര്യങ്ങളൊന്നും. പ്രഷർ തന്നിട്ടുണ്ട്. പ്രഷർ ഇൻറ്റൻസിറ്റി തന്നത് 13.734 Nm/cm². എന്നാണ്. നമ്മൾ ഇത് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ Nm/cm² ആണ്. അത് നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, m²ലേക്ക് കൺവേർട്ട് ചെയ്യണം. കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ നമ്മളത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്തു, നമ്മൾ ഇൻറ്റു 10⁻⁴ ചെയ്തു. Nm/cm²നെ Nm/m²ലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രഷർ ഇൻറ്റൻസിറ്റി അറ്റ് 1 അറിയാം. നമുക്ക് വേണ്ടത് എന്താണ്, പ്രഷർ ഹെഡ് അറ്റ് സെക്ഷൻ 1 ആണ്. P1/ρg ആണ് വേണ്ടത്. ദാറ്റ് ഈസ് 13.734 × 10⁻⁴ ഡിവൈഡഡ് ബൈ ρ is 1000, g is 9.81. ചെയ്താൽ നമുക്ക് 14 മീറ്റേഴ്സ് കിട്ടും. ഈ പ്രഷർ ഹെഡ് ചെയ്താൽ കിട്ടുന്നതിന് നമ്മൾ 14 മീറ്റേഴ്സ് എഴുതുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ബാക്കിയൊരു വാലും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് 14 മീറ്റേഴ്സ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ടേംസിൽ ഇത്രയാണ് ഇതിൻ്റെ പ്രഷർ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ഓർക്കുക. അപ്പോൾ P1/ρg കിട്ടി. ഇനി സെക്ഷൻ 1 നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇനി സെക്ഷൻ 2 എടുക്കുക. സെക്ഷൻ 2ൽ A2 is equal to π/4 × d2². ദാറ്റ് ഇസ് π/4 × d2 എത്രയാണ്, അറ്റ് ത്രോട്ടിലാണ് നമ്മൾ സെക്ഷൻ 2 എടുക്കുക അല്ലേ. ഇത് സെക്ഷൻ 1, ഇത് സെക്ഷൻ 2. സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ ത്രോട്ടാണ്. ത്രോട്ടിലെ ഡയമീറ്റർ 10 സെൻറ്റിമീറ്റർ, ദാറ്റ് ഇസ് 0.1 മീറ്റർ. ദാറ്റ് ഈസ് π/4 × 0.1². ചെയ്താൽ നമുക്ക് 78.54 × 10⁻⁻⁴ m² എന്ന് കിട്ടും A2. അതേപോലെ നമുക്ക് വേറെ എന്താണ്, അറ്റ് സെക്ഷൻ 2 നമുക്ക് വേറെ എന്താ തന്നെ, പ്രഷർ ഹെഡ് തന്നിട്ടില്ലേ. ദാറ്റ് ഈസ് P2/ρg തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് കിട്ടിയത് നമുക്ക് പ്രഷർ ഹെഡ് -503.2 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് വാട്ടർ എന്നായിരുന്നു. അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ -5.032 മീറ്റേഴ്സ് ഓഫ് വാട്ടർ. ഇത്രയാണ് നമുക്കുള്ള ഡാറ്റ. നമുക്ക് കാണേണ്ടത് ഡിസ്ചാർജാണ്. ഡിസ്ചാർജിൻ്റെ ഇക്വേഷനിൽ A1 നമുക്കറിയാം, A2 അറിയാം. പിന്നെ നമുക്ക് അറിയേണ്ടത് CD-യും H-ഉം ആണ് ഇല്ലേ. ഈ H നമുക്ക് കാണാൻ എളുപ്പമല്ലേ. H-ൻ്റെ ഇക്വേഷൻ എന്താ, ഇവിടെ തന്നെ ചെയ്യാം. H-ൻ്റെ ഇക്വേഷൻ H is equal to P1/ρg minus P2/ρg ആണ്. We have P1/ρg as 14 and P2/ρg is -5.032. അപ്പോൾ ആൻസർ എന്താ കിട്ടും, 19.032 മീറ്റേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ എച്ചും കിട്ടി. ഇനി നമുക്ക് ഈ CD കൂടെ കിട്ടിയാൽ ഈ ഇക്വേഷനിലുള്ള എല്ലാ പാരാമീറ്റേഴ്സും ആയി. അപ്പോൾ CD കാണാൻ എങ്ങനെയാണെന്ന് നോക്കാം. CD കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി സെൻറ്റൻസസ് തന്നത്. Assume that 4% of the differential head is lost between the inlet and throat. Find also the value of CD for the Venturimeter. അതായത് ഇവിടെ ഉണ്ടാകുന്ന ഹെഡില്ലേ, നമ്മുടെ ഈ ഹെഡ് നമ്മൾ കണ്ടുപിടിച്ച 19.032 ഹെഡ് ഈ സെക്ഷൻ 1 നിന്ന് സെക്ഷൻ 2ലേക്ക് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ 4% ഫ്രിക്ഷണൽ ലോസ് കാരണം പോകുമെന്നാണ് നമ്മളോട് പറയുന്നത്. ദാറ്റ് ഈസ് 4% ഓഫ് ദ ഡിഫറൻഷ്യൽ ഹെഡ് ഈസ് ലോസ്റ്റ് ബിറ്റ്വീൻ ദ ഇൻലെറ്റ് ആൻഡ് ത്രോട്ട് എന്ന് പറഞ്ഞാൽ H-ൻ്റെ 4% ഇൻലെറ്റിൽ നിന്ന് ത്രോട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയം കൊണ്ട് ഫ്രിക്ഷണൽ ലോസ് ആയിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ ഹെഡ് ലോസ് എത്രയാണ്? ഹെഡ് ലോസ് എന്ന് പറഞ്ഞാൽ 4% ഓഫ് ദി ഹെഡാണ് ഇല്ലേ. 4% ഓഫ് ദ ഹെഡ് എന്ന് പറഞ്ഞാൽ 4/100 ഓഫ് ഹെഡ് ഇസ് 19.032. ദാറ്റ് ഇസ് 0.7613 മീറ്റേഴ്സ് കിട്ടും. ഇത്രയും ഹെഡ് ലോസ് എവിടെയുണ്ട്? നമ്മൾ ഇൻലെറ്റിൽ നിന്ന് ത്രോട്ടിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ട്. ഇതെന്തിനാണ് കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് CD കാണാനൊരു ഇക്വേഷൻ ഉണ്ട്. ഇത് ബൈ ഹാർട്ട് പഠിക്കണം. CD കാണാനുള്ള ഇക്വേഷൻ H - HF / H.
റൂട്ട് ഓഫ് എച്ച് മൈനസ് എച്ച് എഫ് ഡിവൈഡഡ് ബൈ എച്ച് എന്നാണ് സി ഡി കാണാനുള്ള ഒരു ഇക്വേഷൻ. എച്ച് നമുക്കറിയാം എത്രയാണ്, 19.032. എച്ച് എഫ് ഇസ് ഹെഡ് ലോസ്. ഹെഡ് ലോസ് എത്രയാണ്, ഈ 19.032ൻ്റെ 4%, ദാറ്റ് ഈസ് 0.7613 ഡിവൈഡഡ് ബൈ 19.032 ചെയ്താൽ നമുക്ക് സി ഡി ഇസ് ഈക്വൽ ടു 0.98 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഡിസ്ചാർജിൻ്റെ ഇക്വേഷനിലുള്ള എല്ലാ പാരാമീറ്ററും നമുക്കായി ഇല്ലേ. അപ്പോൾ ആ ഇക്വേഷനിൽ നമുക്കുള്ള വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സി ഡി ഇസ് 0.98, A1 is 706.85 into 10 raised to minus 4, A2 is 78.5 into 10 raised to minus 4 into root 2 into 9.81 into H, root 2 GH അല്ലേ, H is 19.032 divided by root of A1 square, that is 706.85 into 10 raised to minus 4 square minus A2 square, that is 78.5 into 10 raised to minus 4 whole square. അപ്പോൾ അത് ചെയ്താൽ നമുക്ക് ആൻസർ 0.14969 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഡിസ്ചാർജ് കാണുന്നത്. ഓക്കെ, സോ our next problem is a 30 cm by 15 cm venturimeter is inserted in a vertical pipe carrying water flowing in the upward direction. A differential mercury manometer connected to the inlet and throat gives reading of 20 cm. Find the discharge. Take CD is equal to 0.98. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണെന്ന് കണ്ടാൽ തോന്നും, പക്ഷെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ എ 30 cm by 15 cm വെഞ്ചുറിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 30 cm by 15 cm വെഞ്ചുറിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻലെറ്റ് ഡയാ ഇസ് 30 cm ആൻഡ് throat dia is 15 cm. Then it is inserted in a vertical pipe. നമ്മൾ എത്ര നേരം ഹൊറിസോണ്ടൽ പൈപ്പ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് ഒരു വെർട്ടിക്കൽ പൈപ്പിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. വെർട്ടിക്കൽ പൈപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കൺവേർജിങ് സെക്ഷൻ, ത്രോട്ട് ഡൈവേർജിങ് സെക്ഷൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, വെർട്ടിക്കൽ പൈപ്പിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഈ വെർട്ടിക്കൽ പൈപ്പിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ നമ്മളൊരു ഡിഫറൻഷ്യൽ മെർക്കുറി മാനോമീറ്റർ കണക്ട് ചെയ്തപ്പോൾ അതിലത്തെ റീഡിങ് നമുക്ക് കിട്ടിയത് 20 cm ആണ് അല്ലേ. ഡിഫറൻഷ്യൽ മെർക്കുറി മാനോമീറ്റർ ഇസ് കണക്റ്റഡ് ടു ദ ഇൻലെറ്റ് ആൻഡ് ത്രോട്ട് ഗിവ്സ് റീഡിങ് ഓഫ് 20 cm. ഫൈൻഡ് ദ ഡിസ്ചാർജ്, ടേക്ക് സി ഡി ഇസ് ഈക്വൽ ടു 0.98 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിൽ എവിടെയെങ്കിലും എച്ച് തന്നിട്ടുണ്ടോ? നമുക്ക് നമ്മൾ വെഞ്ചുറിമീറ്റർ ആണ്. വെഞ്ചുറിമീറ്ററിൻ്റെ റേറ്റ് ഓഫ് ഫ്ലോ കാണാൻ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ആദ്യം ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എഴുതി വെക്കുക. Q is equal to CD into A1 A2 into root 2 GH divided by root of A1 square minus A2 square. ഇതിൽ A1 കാണാനുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ട്, ഇൻലെറ്റ് ഡയമീറ്റർ. A2 കാണാൻ ത്രോട്ട് ഡയമീറ്ററും ഉണ്ട്. പിന്നെ CD തന്നിട്ടുമുണ്ട്. പിന്നെ നമുക്കിതിൽ അറിയാത്തത് H ആണ് അല്ലേ. പക്ഷേ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും H നമുക്ക് ഗിവൻ ആണ്. കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട് എ ഡിഫറൻഷ്യൽ മെർക്കുറി മാനോമീറ്റർ കണക്റ്റഡ് ടു ദ ഇൻലെറ്റ് ആൻഡ് ത്രോട്ട് ഗിവ്സ് റീഡിങ് ഓഫ് 20 cm. അപ്പോൾ ആ 20 cm ആണ് നമ്മുടെ H എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇത് മാനോമെട്രിക് റീഡിങ് മാത്രമാണ്. നമ്മളോട് ഇവിടെയുള്ള ഹെഡ് ഡിഫറൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് എന്നൊക്കെ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ വാല്യൂ നമ്മൾ H എന്ന് എടുക്കാൻ പാടുള്ളൂ. നമുക്ക് തന്നത് മാനോമെട്രിക് റീഡിംഗ് ആണെങ്കിൽ ആ മാനോമെട്രിക് റീഡിങ്ങിനെ നമ്മൾ എക്സ് എന്നാണ് വിളിക്കുന്നത്. ആ എക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എച്ച് കാണാൻ നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇഫ് മാനോമെട്രിക് റീഡിംഗ് ഈസ് എക്സ്, എച്ച് കാണാൻ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. അത് ഹൊറിസോണ്ടൽ വെഞ്ചുറിമീറ്റർ ആണെങ്കിലും വെർട്ടിക്കൽ വെഞ്ചുറിമീറ്റർ ആണെങ്കിൽ സെയിം ആണ്. ഇഫ് മാനോമെട്രിക് ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇസ് ഗ്രേറ്റർ ദാൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻ പൈപ്പ്, then H ൻ്റെ ഇക്വേഷൻ എക്സ് ഇൻറ്റു എസ് എച്ച് ബൈ എസ് നോട്ട് മൈനസ് 1. ഇനിയിപ്പോൾ മാനോമീറ്ററിലുള്ള ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ലെസ് ദാൻ ദ ലിക്വിഡ് ഇൻ പൈപ്പ്, ദെൻ H ൻ്റെ ഇക്വേഷൻ H ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 മൈനസ് എസ് എൽ ബൈ എസ് നോട്ട്.
അപ്പം നമ്മളെ ക്വസ്റ്റ്യനിൽ മാനോമീറ്ററിൽ മെർക്കുറിയാണുള്ളത്, പൈപ്പിൽ വാട്ടറാണുള്ളത്. വാട്ടറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആണ്, മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി 13.6 ആണ്. സോ മാനോമെട്രിക് ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി is greater than the specific gravity of the liquid in the pipe. അപ്പോൾ നമ്മൾ എച്ച് കാണാൻ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. H is equal to x into SH by S0 minus 1, where x is the manometric reading and SH is the specific gravity of heavier liquid and S0 is the specific gravity of lighter liquid. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ യൂസ് ചെയ്യുക. H is equal to x into SH by S0 minus 1, that is 20 centimeter. നമുക്ക് x is 20 centimeter, specific gravity of heavier liquid is 13.6, specific gravity of lighter liquid is 1 minus 1 ചെയ്ത് നമുക്ക് 252 സെൻറ്റിമീറ്റേഴ്സ് കിട്ടും. 252 സെൻറ്റിമീറ്റേഴ്സ് കിട്ടും എച്ചിൻ്റെ വാല്യൂ. ഓക്കെ, എച്ചിൻ്റെ വാല്യൂം കൂടെ കിട്ടിയാൽ നമുക്ക് ഈ ഇക്വേഷനിലുള്ള എല്ലാ കാര്യങ്ങളും കിട്ടി. പക്ഷെ അത് കണ്ടുപിടിക്കണം. അപ്പോൾ A1 കണ്ടുപിടിക്കണം, A2 കണ്ടുപിടിക്കണം, ദെൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ A1 എന്ന് പറഞ്ഞാൽ ഇൻലെറ്റിലുള്ള ഏരിയ ആണ്. A1 is equal to pi/4 into d1 square, where d1 is the diameter of pipe at inlet, that is pi/4 into 0.3 square, that is equal to 706.85 into 10 raised to minus 4 meter square. അതേപോലെ A2 is equal to pi/4 into d2 square, where d2 is the throat diameter, that is pi/4 into 0.15 square equal to 176.7 into 10 raised to minus 4 meter square. ഓക്കെ, പിന്നെ സി ഡി നമുക്കറിയാം, എച്ച് നമ്മൾ കണ്ടുപിടിച്ചു. സോ Q is equal to CD A1 A2 into root 2 GH divided by root of A1 square minus A2 square, that is CD is 0.98, A1 is 706.85 into 10 raised to minus 4 into A2 is 176.7 into 10 raised to minus 4 into root 2 into G is 9.81 and H 252 centimeters ആണ് കിട്ടിയത്, that is 2.52 meters. 2.52 divided by root of A1 square, that is 706.8 into 10 raised to minus 4 square minus 176.7 into 10 raised to minus 4 square. ചെയ്താൽ നമുക്ക് Q is equal to 125.756 അത് എഴുതേണ്ട സെൻറ്റിമീറ്റർ ക്യൂബിലുള്ള വാല്യൂ ആണ്. 0.125 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. 0.125 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇതാണ് ആൻസർ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എച്ച്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് എച്ച് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ടാവും. ദ ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് ബിറ്റ്വീൻ ഇൻലെറ്റ് ആൻഡ് ത്രോട്ടേഴ്സ് ഇത്ര സെൻറ്റിമീറ്റർ, അങ്ങനെയാണെങ്കിൽ അത് എച്ച് ആണ്. അല്ലെങ്കിൽ ഹെഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻലെറ്റ് ആൻഡ് ത്രോട്ടൻ തന്നിട്ടുണ്ടെങ്കിൽ അത് എച്ച് ആണ്. വെറും മാനോമെട്രിക് റീഡിംഗ് ആണ് തന്നേക്കുന്നതെങ്കിൽ അത് എക്സ് ആണ്. ആ എക്സ് യൂസ് ചെയ്തിട്ട് നമ്മളപ്പോൾ എച്ച് കാണണം. എച്ച് കാണണമെങ്കിൽ നമ്മൾ ഈ മാനോമീറ്ററിലുള്ള ലിക്വിഡും ആ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡും കൂടെ കമ്പയർ ചെയ്യണം. എന്നിട്ട് വേണം ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മളൊരു ഹൊറിസോണ്ടൽ വെഞ്ചുറിമീറ്ററാണ് ചെയ്തത്, ഇവിടെ ഒരു വെർട്ടിക്കൽ വെഞ്ചുറിമീറ്ററാണ് ചെയ്തത്. അപ്പോൾ വെഞ്ചുറിമീറ്ററിൻ്റെ പൊസിഷൻ ഒരു പ്രശ്നമല്ല, നമ്മുടെ ഇക്വേഷൻസ് ഒക്കെ സെയിം ആയിരിക്കും. ഹൊറിസോണ്ടൽ വെഞ്ചുറിമീറ്റർ ആവാം, ഇൻക്ലൈൻഡ് വെഞ്ചുറിമീറ്റർ ആവാം, വെർട്ടിക്കൽ വെഞ്ചുറിമീറ്റർ ആവാം, അവിടെ ഒന്നും ഇക്വേഷൻസിൽ മാറ്റമില്ല. എച്ച് കാണുന്നതിലാണ് ഇവിടെ എന്തെങ്കിലും കാര്യത്തിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് എച്ച് കാണുന്നതിലാണ്. എച്ച് കാണുമ്പോൾ നമ്മൾ മാനോമെട്രിക് റീഡിംഗ് ആണ് തന്നതെങ്കിൽ അതിൻ്റെ മാനോമീറ്ററിലുള്ള ലിക്വിഡും പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് വേണം ഇക്വേഷൻ സെലക്ട് ചെയ്യാൻ, എച്ച് കാണാനുള്ള. ആ എച്ച് കണ്ടു കഴിഞ്ഞാൽ ആ എച്ചിൻ്റെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിസ്ചാർജ് കാണും. ഓക്കെ.